ത്രിയേക ദൈവത്തിന് സ്തുതി. നമ്മളിപ്പോൾ പരിശുദ്ധമായ 50 നോയമ്പിൽ കൂടി കടന്നു പോവുകയാണല്ലോ. നോമ്പിനെ പറ്റി അല്പമായി ചിന്തിക്കാം. പരിശുദ്ധ സഭയുടെ 5 കാനോനിക നോയമ്പുകളിൽ 2 യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി ആചരിക്കുന്നു. ഒരെണ്ണം പരിശുദ്ധ ദേവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനെ സ്മരിച്ചും മറ്റൊരെണ്ണം പരിശുദ്ധ സ്ലീഹന്മാരെ സ്മരിച്ചും ആചരിക്കുന്നു. ഒരു നോയമ്പ് മാത്രം പഴയ നിയമവുമായി ബന്ധപ്പെടുത്തി ആചരിക്കുന്നു. അതാണ് 3 നോയമ്പ്. ഇനിയും ഒരു നോയമ്പ് കൂടി നമ്മൾ ആചരിക്കുന്നുണ്ട്. അത് സഭ അംഗീകരിക്കുന്നില്ല എങ്കിലും സഭാമക്കൾ വളരെ ഭയഭക്തിയോടും ആദരവോടും കൂടി ആ നോയമ്പ് നോൽക്കുന്നുണ്ട്. അതാണ് 8 നോയമ്പ്, പരിശുദ്ധ മാതാവിൻ്റെ ജനന പെരുന്നാൾ. നോമ്പ് എന്നാൽ എന്ത്? നോമ്പ് ജയത്തിൻ്റെ അടയാളവും ശത്രുവാകുന്ന ദുഷ്ടൻ്റെ നേരെ തോൽക്കാത്ത ആയുധവും ആകുന്നു. എന്തിനായിരുന്നു പിതാക്കന്മാർ നോയമ്പ് നോൽക്കിയത്? അവർ ഓരോ കാലത്തും നോയമ്പ് നോക്കി ശക്തിയെ പുതുക്കിയിരുന്നു. നമ്മുടെ നോയമ്പ് കൊണ്ട് എന്താണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ എന്താണ് നേട്ടം വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. നോമ്പുകാരാ, നിന്റെ നോമ്പ് ദൈവത്തിന് പ്രസാദമുള്ളതാണോ? നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും നോയമ്പിനെ കൈക്കൊണ്ട മശിഹ ഞങ്ങളുടെ നോയമ്പും നമസ്കാരവും കൈക്കൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നോയമ്പ് കൊണ്ട് എന്താണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി ഈ 50 നോയമ്പിലെ ഉച്ച നമസ്കാരത്തിൽ കാണാം. വെടിപ്പോടെ നോയമ്പ് നോൽക്കുന്നവൻ്റെ തലമുറ മാലാഖമാരോടുകൂടെ കലരപ്പെട്ടിരിക്കുന്നു. അവൻ നോയമ്പുകളിൽ ജയം ധരിക്കപ്പെട്ടവർക്ക് സ്നേഹിതനുമായിത്തീരുന്നു. അവനെ പരിപാലിക്കുന്നവൻ കർത്താവാകയാൽ ദുഷ്ടൻ അവനെ തൊടുന്നതിന് പോലും കഴിയുകയില്ല. നമ്മൾ കുടുംബമായി ജീവിക്കുന്നവരെല്ലാം ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്നതും വിഷമിക്കുന്നതും തലമുറകളുടെ കാര്യത്തിലാണല്ലോ. നമ്മൾ വെടിപ്പോടെ നോയമ്പ് നോക്കിയാൽ തലമുറയുടെ കാര്യം ദൂതന്മാർ ഏറ്റുകൊള്ളും. നമ്മൾ പിന്നെ അങ്ങോട്ട് നോക്കുകയേ വേണ്ട. യെരമ്യാ പ്രവചനം 6:16 ഇപ്രകാരം പറയുന്നു: നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ ചോദിച്ച് അതിൽ നടപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് മനസ്സിന് വിശ്രാമം ലഭിക്കും. എന്താണ് ഈ പഴയ പാത? നമ്മുടെ പിതാക്കന്മാരുടെ നോയമ്പും പ്രാർത്ഥനയും ഒക്കെയാണ് ഈ പഴയ പാത. പലരും ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഈ തലമുറക്കാർ ചോദിക്കാറുണ്ട്, പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാണ് നോയമ്പും ഉപവാസവും ഒക്കെ നോക്കുന്നതെന്ന്. പ്രാർത്ഥന കൊണ്ട് നമ്മൾ ദൈവത്തോട് നടന്നെടുക്കുന്നു. നോയമ്പും ഉപവാസവും എന്ന 2 ചിറകുകൾ ഉപയോഗിച്ച് നമ്മൾ ദൈവത്തോട് പറന്നെടുക്കുന്നു. ഇതാണ് നോയമ്പ് ഉപവാസവും നോക്കുന്നതിൻ്റെ ഗുണം. പുറപ്പാട് 34:28 ഇപ്രകാരം പറയുന്നു: മോശ 40 രാവും 40 പകലും നോയമ്പ് നോറ്റ് 2 കൽപ്പലകളിലായി പിതാവായ ദൈവം എഴുതി കൊടുത്ത കൽപ്പനകൾ പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചിരുന്നു. നമ്മൾ നോയമ്പ് നോറ്റ് ഈ കൽപ്പനകൾ നമ്മുടെ ഹൃദയത്തിൽ എഴുതി അതനുസരിച്ച് നടന്നാൽ നമ്മുടെ ഹൃദയത്തിനും ശോഭ ഉണ്ടാകും. ദാനിയേൽ നോയമ്പ് നോറ്റു. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടു. രാജാവിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുവാൻ. എങ്കിലും സിംഹങ്ങൾ ദാനിയേലിന് ഒരു കേടും വരുത്താതെ സിംഹങ്ങൾ ദാനിയേലിനെ രാത്രി മുഴുവൻ സൂക്ഷിച്ചു. രാജാവ് പ്രഭാതത്തിൽ ചെന്ന് ദാനിയേലേ ദാനിയേലേ എന്ന് ദുഃഖ ശബ്ദത്തിൽ വിളിക്കുമ്പോൾ ദാനിയേൽ പറയുന്നു: രാജാവ് ദീർഘായുസ്സായിട്ടിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് ഒരു കേടും വരുത്തിയില്ല.
രാജാവേ, ഞാൻ ദൈവത്തിനും അങ്ങയ്ക്കും എതിരായി ഒന്നും ചെയ്തിട്ടില്ല, സിംഹങ്ങൾ എന്നെ ഒരു കേടും വരുത്തിയില്ല എന്ന് പറഞ്ഞ് ദാനിയേൽ പുറത്തു വരുന്നു. ഹനന്യ ആദ്യമായ പൈതങ്ങളെ തീച്ചുളയിൽ ഇടുവാനായിട്ട് പോകുന്നു. നമ്മൾ നൊയമ്പ് നോക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെയും നമ്മൾ വിചാരിക്കും യാതൊരു പ്രശ്നവും ഉണ്ടാകുകയില്ല, ഇതെല്ലാം അങ്ങ് നമ്മുടെ കാര്യങ്ങളെല്ലാം സുഗമമായി അങ്ങ് നടന്നുകൊള്ളുമെന്ന്. പക്ഷേ നമ്മൾ എത്ര നൊയമ്പ് നോക്കിയാലും പ്രാർത്ഥിച്ചാലും ചില കാര്യങ്ങളൊക്കെ ദൈവം അനുവദിക്കുന്നത് പോലെ നടക്കുകയുള്ളൂ. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, ഈ ഹനന്യ പൈതങ്ങളെ തീച്ചൂളയിൽ ഇട്ടുവെങ്കിലും അവർക്ക് യാതൊരു കേടും സംഭവിച്ചില്ല. അവരുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ എന്തെല്ലാം തീച്ചൂളയുടെ പ്രശ്നങ്ങൾ നമ്മൾക്ക് വന്നാലും നമ്മുടെ കൂടെ നമ്മുടെ ദൈവം ഉണ്ടായിരിക്കും. അതാണ് നമുക്ക് വേണ്ടിയത്. നമുക്കറിയാം, എസ്തേറിൻ്റെ പുസ്തകം ഒന്ന് നോക്കിയാൽ എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: എസ്തേർ രാജ്ഞിയും യഹൂദന്മാരും 3 ദിവസത്തെ നൊയമ്പ് നോക്കിയപ്പോൾ ഒരു ജനത മുഴുവൻ രക്ഷപ്പെട്ടു. നമ്മളും നൊയമ്പിലും നമസ്കാരത്തിലുമൊക്കെ അത്യധികം ശ്രദ്ധിച്ച് ജീവിക്കുക. ഏലിയാവിൻ്റെ നൊയമ്പ് സ്വർഗത്തിലേക്ക് കരേറി, അഗ്നിരഥം ഇറങ്ങി ഏലിയാവിനെ സ്വർഗത്തിലേക്ക് കരേറ്റി. ഈ പരിശുദ്ധ നൊയമ്പിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ലഭിച്ച് പരിശുദ്ധമായ ഈ നൊയമ്പ് ശരിയായി നോക്കുവാനുള്ള കൃപ നമുക്കെല്ലാവർക്കും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.